ഗൈസ് അസ്സലാമു അലൈക്കും. മാസാവസാനം അക്കൗണ്ട് കാലിയാവുന്ന ആൾക്കാരാണോ നിങ്ങൾ? എന്നാൽ ഞാൻ അങ്ങനെയാണ് കേട്ടോ. ഒരു ദിർഹെങ്കിലും ഉണ്ടെങ്കിൽ അത് ചിലവാക്കാതെ എനിക്കൊരു മനസ്സമാധാനം കിട്ടില്ല. ഇന്ന് സാലറി വരുമല്ലോ, ഇനിയിപ്പോൾ എന്ത് മേടിക്കാനാ? അങ്ങനെ വിചാരിച്ച് ഫുൾ കാലിയാക്കി വെക്കും കേട്ടോ. സാലറി എങ്ങാനും വന്നില്ലെങ്കിലോ ലാസ്റ്റ് മിനിറ്റിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് കടം വാങ്ങാനായിട്ട് ഓടും. എൻ്റെ ഫ്രണ്ട്സ് ഒരു പരിധിവരെ എന്നെ ചീത്തയാക്കുന്നതിൽ പങ്കുവഹിക്കുന്നുണ്ട് കേട്ടോ. അവരങ്ങ ഈ വീഡിയോ കണ്ടാൽ അടുത്ത മാസത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഞാൻ പട്ടിണിയും പരവേശമായി പോവും. എന്തായാലും ഇന്ന് അങ്ങനെ ഒരു ദിവസമായിരുന്നു കേട്ടോ. രാവിലെ ഓഫീസിലേക്ക് വരുമ്പോൾ തന്നെ ഫിലിപ്പീനീസ് സ്നാക്കായിട്ടുള്ള കാപ്രിക്കോൺ വാങ്ങിയിട്ടാണ് ഞാൻ വന്നത്. രാവിലെ ഒന്ന് കഴിക്കാം, ഉച്ചക്കൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ ഉച്ചയായപ്പോഴേക്ക് ഈ പിസ്സ വന്ന് അക്കൗണ്ടിൽ സാലറി ക്രെഡിറ്റ് ആയവരുടെ ട്രീറ്റാണേ. ആദ്യം വലിയൊരു പീസ് എടുത്ത് കഴിച്ചെങ്കിലും വിശപ്പ് അങ്ങോട്ട് മാറിയില്ല കേട്ടോ. അങ്ങനെ കൊളീഗിൻ്റെ കയ്യിൽ നിന്ന് അവൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു പീസും കൂടെ എനിക്ക് കിട്ടിയതുകൊണ്ട് അൽഹംദുലില്ലാ വയറ് നിറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ എനിക്ക് പോകാനുണ്ടായിരുന്നേ. വൈകുന്നേരം കരാമയിലെത്തിയതേ ഓർമ്മയുള്ളൂ. പിന്നെ ഒരു 1.5 മണിക്കാണ് കുറച്ചൊന്ന് ഫ്രീ ആയി റൂമിലെത്തിയത്. ഇത് ADCB മെട്രോ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള ഹോട്ട് ക്ലബ്ബിൽ നിന്ന് ഞങ്ങൾ കോഫിയും അതേപോലെ തന്നെ ഒരു ബോണ്ടയും കഴിച്ച് അതിനുശേഷം എല്ലാ കറക്കവും കഴിഞ്ഞ് ഇത് രാത്രി ഏകദേശം ഒരു 1.5 മണി സമയത്ത് ഫുഡും തേടിയുള്ള പോക്കായിരുന്നു കേട്ടോ. പിന്നെ ദുബായിൽ നിങ്ങൾക്ക് അറിയാലോ, റെസ്റ്റോറൻറ്റ്സ് ഒക്കെ എപ്പോഴും ഓപ്പൺ ആയിരിക്കും. അതുകൊണ്ട് ഫുഡ് കിട്ടാത്തൊരവസ്ഥയൊന്നും ഇവിടെ ഉണ്ടാവില്ല കേട്ടോ. ഇതിന് എൻ്റെ ഹസ്ബൻഡ് തിരിയുന്ന കോഴി എന്നാണ് പറയുന്നത്. ഞങ്ങൾ UAEയിൽ ഫസ്റ്റ് ടൈം വന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഫുൾ കോഴി വാങ്ങി കഴിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. അന്ന് കയ്യിലുണ്ടായിരുന്ന ചില്ലറ പൈസ വെച്ച് ആ പൂതി മാറ്റുകയും ചെയ്തു. അതേ പൂതി ഇവൻ പറഞ്ഞപ്പം എനിക്ക് വേറെ ഒന്നും നോക്കാനുണ്ടായില്ല. അങ്ങ് വാങ്ങിക്കൊടുത്ത് ഇവനിനി ജോലി കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ച് ഇവനെ കൊണ്ട് ഒരുപാട് വാങ്ങിപ്പിക്കാനുള്ളതല്ലേ. പക്ഷെ ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടോ. എടുത്തത് ലെഗ് പീസ് തന്നെയാണ്, എൻ്റെ ഫേവറേറ്റ് പീസ്. എടുത്ത് കഴിച്ചു നോക്കുമ്പം അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എന്നാലും ഇത് ഫുള്ളൊന്നും ഞങ്ങൾക്ക് രണ്ടുപേർക്കും കഴിക്കാൻ വേണ്ടി പറ്റിയില്ല. അതുകൊണ്ട് ബാക്കി പാർസലാക്കി ഞങ്ങൾ രണ്ടുപേരും റൂമിലേക്ക് പോയി നല്ലോണം കിടന്നുറങ്ങി. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബായ്.